ശാന്തം പത്മാസനസ്ഥം ശശധരമകുടം പഞ്ചവക്രം ത്രിനേത്രം ശൂലം വജ്രം ച ഖഡ്ഗം പരശുമഭേദം ദക്ഷഭാഗേ വഹന്തം നാഗം പാശം ച കണ്ഡാം പ്രളയഭൂതവഹം സാങ്കുശം വാമഭാഗേ നാനാലങ്കാരദീപ്തം സ്ഫടികമണിനിഭം പാർവതീശം നമാമി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇന്ന് പ്രദോഷമാണ്. എല്ലാ ദോഷങ്ങളെയും മാറ്റുന്ന ദിവസം. ഉമാമഹേശ്വരന്മാര് മുക്കോടി ദൈവങ്ങളുമായിട്ട് ദേവതകളുമായിട്ട് സാന്നിധ്യം വരുന്ന ദിവസം ആണ് പ്രദോഷം. പ്രപഞ്ചത്തിൽ മനുഷ്യരാശിയിൽ പിറന്ന സകല ജനങ്ങളുടെയും സകല ദുഃഖങ്ങളും നിവാരണം ചെയ്യുന്നവനാണ് സാക്ഷാൽ പരമേശ്വരൻ. പാർവതീദേവി ആകട്ടെ ജഗൽമാതാവും. അങ്ങനെ ജഗൽപിതാവും ജഗൽമാതാവും യോജിക്കുന്ന ഉമാമഹേശ്വര സങ്കല്പം തികച്ചും ഭാരതീയമാണ്. ഉമാമഹേശ്വര സങ്കല്പത്തെ പ്രകൃതി പുരുഷ ബന്ധമെന്നും നമുക്ക് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സർവജ്ഞപീഠം കയറിയതിനു ശേഷം സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യരെ തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്ത് തൻ്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഷഡാധാരങ്ങളിലൂടെ ഉണർത്തി സൗന്ദര്യ ലഹരി എഴുതി കൊണ്ടിരിക്കുന്ന കാലം. ആ കാലഘട്ടത്തിൽ ശ്രീശങ്കരൻ നാമം ജപിക്കുകയാണ്. ശിവാധന്യൻ ന ജാനി ന ജാനി ന ജാനി. ശിവനെ ഒഴികെ മറ്റാരെയും ഞാൻ അറിയുന്നില്ല. ശിവനെ ഒഴികെ മറ്റാരെയും ഞാൻ അറിയുന്നില്ല. ശിവനെ ഒഴികെ മറ്റാരെയും ഞാൻ അറിയുന്നില്ല. ഈ സമയത്ത് അത്ഭുതകരമെന്ന് പറയട്ടെ, ശ്രീ ശങ്കരാചാര്യരുടെ കണ്ഠത്തിൽ നിന്നും അക്ഷരങ്ങൾ പുറപ്പെടാതായി. അദ്ദേഹം കൈകൾ നീട്ടുന്നു. അല്പം വെള്ളത്തിന് വേണ്ടിയാണ്. പക്ഷേ കൈകൾ നീട്ടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഒരു വശത്ത് അദ്ദേഹത്തിന് അക്ഷരങ്ങൾ പുറപ്പെടുന്നില്ല, മറുവശത്ത് കൈകൾ നീട്ടാൻ സാധിക്കുന്നില്ല. അപ്രകാരം തൊണ്ട വരണ്ടുപോയ, ആകപ്പാടെ വിഷമസന്ധിയിലായ സാക്ഷാൽ സർവജ്ഞപീഠം കയറിയ ശ്രീശങ്കരന്റെ അരികിലേക്ക് മൂകാംബികാദേവി പ്രത്യക്ഷപ്പെടുന്നു. ശങ്കര, നീ എന്താണ് ചൊല്ലിയത്? വിശ്വമാതാവേ, എന്നോട് പൊറുക്കണം. ഞാൻ ചൊല്ലിയത് ശിവാധന്യൻ ന ജാനി ന ജാനി ന ജാനി എന്നാണ്. ശിവനെ ഒഴികെ മറ്റാരെയും ഞാൻ അറിയുന്നില്ല. ശിവനെ ഒഴികെ മറ്റാരെയും ഞാൻ അറിയുന്നില്ല എന്നാണ്. ശങ്കര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ശിവന്റെ കൂടി ശക്തിയും കൂടി ചേർന്നാൽ മാത്രമേ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നു. മാതാവേ, എന്നോട് ക്ഷമിക്കണമെന്ന് അത്യുച്ചത്തിൽ പറയാൻ സാധിക്കാത്ത ശ്രീ ശങ്കരാചാര്യരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുന്ന സമയത്ത് ശ്രീ പാർവതീദേവി സാക്ഷാൽ മൂകാംബിക അവിടെ പ്രത്യക്ഷപ്പെടുകയും ശങ്കരനെ ശരീരത്തിന് ചലിക്കുവാനുള്ള ശക്തി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ശങ്കരന്റെ മനോഹരമായിട്ടുള്ള ശങ്കരന്റെ അക്ഷരധ്വനികൾ അവിടെ പുറപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. അത്രമാത്രം സമ്പന്നമാണ് ശിവശക്തി സംയോഗം. പ്രപഞ്ചത്തിന്റെ ആത്മബോധം നിലനിൽക്കുന്നത് തന്നെ ശിവശക്തി സംയോഗത്തിലാണ്. സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെയും സംയോജനം നടക്കുന്നതും ശിവശക്തി സംയോജനത്തിലൂടെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഭാരതീയമായ ശാസ്ത്രം നിലനിൽക്കുന്നത് പഞ്ചമഹാവാക്യങ്ങളിലാണ്. തത്വമസി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനാം ബ്രഹ്മ, ഈശാവാസം ഇതം സർവം ആത്മവത് സർവഭൂതേഷു. എല്ലാ ഭാരതീയ ദർശനങ്ങളും ആണയിട്ട് പറയുന്നു, പ്രകൃതിക്ക് തനിയെ നിലനിൽപ്പില്ല. പ്രകൃതിയുടെ കൂടെ പുരുഷനും നിലനിൽക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ശിവശക്തി സംയോഗത്തിലൂടെ മാത്രമാണ് പ്രപഞ്ചം നിലനിൽക്കുന്നതെന്ന് ഭാരതീയ ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദോഷ ദിവസം നമ്മൾ മഹാദേവനെ പറ്റിയാണ് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. മഹാദേവൻ ആരാണ്? മഹാദേവൻ പ്രകൃതി പുരുഷനാണ്. പ്രകൃതിയിൽ വിലയം പ്രാപിക്കുന്ന പുരുഷൻ. മഹാദേവന്റെ ശിരസിൽ വളരെ മനോഹരമായിട്ടുള്ള ചന്ദ്രക്കല, ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല, ഭഗവാന്റെ ശിരസിൽ നിന്നും ധാരധാരയായി ഒഴുകി വരുന്ന ഗംഗാജലം, ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ത്രിശൂലം, ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കടുന്തുടി, താമര വളയം, താഴെ പുലിത്തോലെ, അതിന് താഴെ ഇഴജന്തുക്കൾ, അങ്ങനെ പ്രകൃതിയിലെ സകല ചരാചരങ്ങളുടെയും സംഗമ ഭൂമിയാണ്
സാക്ഷാൽ പരമശിവൻ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ പരമശിവൻ പ്രകൃതി പുരുഷ സംയോജനത്തിലൂടെ ഒരു ഉത്തമ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിന്റെ തെളിവാണ് ഭാരതീയർക്ക് കാഴ്ചവെക്കുന്നത്. എ ഗുഡ് എക്സാമ്പിൾ ഫോർ ബെസ്റ്റ് എക്കോസിസ്റ്റം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ പരമശിവൻ തന്റെ കുണ്ടലിനി ഉണരുന്ന സമയത്ത് കൈലാസത്തിൽ ആനന്ദ നടനമാടുന്നതായിട്ട് പറയുന്നുണ്ട്. ആ ശക്തിയുടെ ബഹിർസ്ഫുരണത്തിൽ ഭഗവാൻ ആനന്ദ നൃത്തമാടുകയാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കുണ്ടലിനി പാട്ടിൽ പോലും കുണ്ടലിനി ശക്തി ഉണർന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെ പറ്റി വളരെ വിശദീകരിക്കുന്നുണ്ട്. ശ്രീശങ്കരാചാര്യര് തന്റെ സൗന്ദര്യ ലഹരിയിൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ലാസ്യ നടനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ശ്രുതി ലയ താള നിബദ്ധമായ ഈ പ്രകൃതിയുടെ ചലനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലാസ്യ നടനം. അതുപോലെ തന്നെ ഭഗവാന്റെ താണ്ഡവ നൃത്തം അത് പ്രകൃതിയുടെ മറ്റൊരു വകഭേദമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെഗറ്റീവ് ഫോഴ്സിനും പോസിറ്റീവ് ഫോഴ്സിന്റെയും കൂടെ സംയോഗമാണല്ലോ യഥാർത്ഥത്തിൽ മാനവ ശരീരം തന്നെ. അതിന്റെ ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ ലാസ്യ നടനത്തിലൂടെയും താണ്ഡവ നടനത്തിലൂടെയും കാഴ്ചവെക്കുന്നത്. ഭഗവാനും പാർവതീ ദേവിയും ആണ്ടിച്ചി എന്ന പേരില് അവര് കേരള ഭൂമിയിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട്. അക്കാലത്ത് അവര് ആദിവാസി കർഷകർക്ക് ഉപദേശിച്ചു കൊടുത്ത വിത്തും വിളകളും ധാരാളമുണ്ട്. രക്തശാല, ജീരകശാല മുതലായ വിത്തുകള് അത് മനുഷ്യരാശിക്കുണ്ടാകുന്ന സർവ്വ രോഗങ്ങളെയും ശമിപ്പിക്കുവാൻ ഉദാത്തമായ വിത്തിനങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച ഒരു മാതൃകാ കർഷകനായിരുന്നു പരമശിവൻ. അപ്പൊ ഭഗവാൻ പ്രകൃതിയുടെയും പുരുഷന്റെയും സംഗമ ബിന്ദു. ഭഗവാൻ യഥാർത്ഥ പ്രകൃതിജന്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ, ഭഗവാൻ ആനന്ദ നൃത്തമാടുന്ന മനുഷ്യൻ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ കർഷകരുടെയും കൃഷിഭൂമിയുടെയും ആരാധ്യ ദേവത. ഇപ്പോൾ തിരുവാതിര, ഞാറ്റുവേല അടുത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ പ്രദോഷത്തിന് ധാരാളം പ്രസക്തിയുണ്ട്. ഭഗവാനെ ആദ്യമായിട്ട് നമ്മള് കരിക്കിൻ വെള്ളം കൊണ്ട് ഭഗവാനെ ഇന്ന് അഭിഷേകം ചെയ്യുന്നുണ്ട്, പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്, ഭഗവാനെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്, ഭഗവാനെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്, ഭഗവാനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. എല്ലാ ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാനെ നമ്മൾ പൂജിക്കുന്ന ദിവസമാണ് പ്രദോഷം. അവസാനം ഭഗവാനെ നമ്മൾ മനോഹരമായിട്ടുള്ള മാലകൾ ധരിപ്പിക്കുന്നുണ്ട്, ഭഗവാനെ ഭസ്മ വിഭൂഷിതനാക്കി ഭസ്മാഭിഷേകം നടത്തുന്നുണ്ട്. ഇതെല്ലാം എപ്രകാരമാണ് പ്രകൃതിയിൽ മനുഷ്യരാശിയും വിലയം പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഈ പ്രദോഷ ദിവസത്തെ പൂജാവിധികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭഗവാന്റെ നേദ്യം, ഭഗവാന്റെ ദീപാരാധന, ഈ സമയത്ത് 30 മുക്കോടി ദൈവങ്ങളും സാക്ഷിയായിട്ട് ഉമാമഹേശ്വര ചൈതന്യധാരയിൽ വിലയം പ്രാപിക്കുവാൻ വേണ്ടി എല്ലാ ദേവതകളും വന്നണയുന്നു എന്നുള്ളതാണ് സമയം. ആ ഭഗവാന്റെ നട തുറക്കുന്ന സമയത്ത് നമ്മള് കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേവ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഇപ്രകാരം പാടി ഭഗവാനെ ജന്മാന്തര ദുഷ്കൃതങ്ങൾ പൊറുക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരും അറിഞ്ഞും അറിയാതെയും കായം, വചസ്, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്ത സമസ്താപരാധങ്ങളും ക്ഷമിച്ച് ഈ ശരീരത്തെ ശുദ്ധമാക്കണമേ എന്ന് ഭഗവാനോട് ഹൃദയംഗപൂർവം പ്രാർത്ഥിച്ചാൽ ആ പ്രദോഷ പൂജ സഫലമായി എന്ന് തന്നെ പറയാം. ഭഗവാന്റെ തൃക്കണ്ണ് നമുക്കറിയാം, ഏകാഗ്രത ചിത്തനാണ് ഭഗവാൻ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ വാഹനമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നന്ദികേശ്വരനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പാമ്പ്. അതോടൊപ്പം തന്നെ സിംഹത്തിൽ സഞ്ചരിക്കുന്ന പാർവതീ ദേവി സാക്ഷാൽ ഭദ്ര. അതുപോലെ തന്നെ മയിൽവാഹനനായ സുബ്രഹ്മണ്യൻ, അതോടൊപ്പം തന്നെ എലി വാഹനമായിട്ടുള്ള സാക്ഷാൽ ഗണപതി ഭഗവാനെ. അപ്പോൾ ആ കുടുംബത്തിലെ 4 വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ സൂചനയാണ് 4 വ്യത്യസ്ത വാഹനങ്ങൾ. ഒരു ജീവിയും ഒരു ജീവിയോട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈ സമയത്ത്
തന്റെ കുടുംബാംഗങ്ങളെ ഒരേപോലെ യോജിപ്പിച്ച് തന്റെ ഏകാഗ്രചിത്തനായി ഇരുന്നു കൊണ്ട് സമാധാനകാംക്ഷിയായിട്ട് കൈലാസത്തിൽ വാഴുന്ന പരമശിവൻ ഉത്തമനായ ഗ്രഹനാഥന്റെ പ്രതീകം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കുടുംബജീവിതം എന്ന് ഭഗവാൻ ഈ പ്രദോഷ പൂജയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് കൃഷി എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയിലേക്ക് മടങ്ങുക, നമ്മൾ ജീവിതത്തിലേക്ക് മടങ്ങുക, വിശ്വമാനവികതയുടെ അംശമായി മാറുക എന്ന മഹത്തായ സന്ദേശമാണ് ഈ പ്രദോഷ പൂജയിൽ ഉള്ളത്.